നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 18ാമത്തെ കഥ പ്രതാപസിംഹൻ. വേതാളം പിന്നെയും കഥ പറഞ്ഞു തുടങ്ങി. പണ്ട് സിംഹളദേശത്ത് പ്രതാപസിംഹൻ എന്നൊരു രാജാവ് വാണിരുന്നു. അദ്ദേഹത്തിന് രാജ്യഭരണ നിപുണനും പ്രജാക്ഷേമ തൽപരനുമായ ഗുണനായകൻ എന്നൊരു മന്ത്രിയും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ രാജാവ് പരമസുന്ദരിയും മതാലസയുമായ ഒരു യുവതിയെ വിവാഹം കഴിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന് രാജ്യഭരണത്തിലോ പ്രജാക്ഷേമത്തിലോ ഇഷൽ താൽപ്പര്യമില്ലാതെയായി. പത്നിയെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ കഴിയാതെ മദന മഹോത്സവത്തിൽ ആറാടി. അദ്ദേഹത്തെ അന്തഃപുരത്തിന് വെളിയിൽ കാണുന്നത് പോലും ദുർലഭമായി തീർന്നു. രാജ്യഭരണം യഥാർത്ഥത്തിൽ നടത്തിവന്നത് മന്ത്രി ഗുണനായകനായിരുന്നു. രാജാവിൻ്റെ ധൂർത്തും കൃത്യവിലോപവും പുറത്തറിയിക്കാതെ ഭരണകാര്യങ്ങൾ ശ്രദ്ധാപൂർവം നിർവഹിച്ച് ഒരു മാതൃകാ മന്ത്രി എന്ന പേർ അദ്ദേഹം അചിരേണ ആർജിച്ചു. പക്ഷേ ഈ സ്ഥിതി അധിക ദിവസം നിലനിന്നില്ല. കർണേജപന്മാരും അസൂയാലുക്കളുമായ കൊട്ടാരം സേവകന്മാർ മന്ത്രി രാജാവിനെ അപായപ്പെടുത്തി രാജ്യം കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ഒരു കിംവദന്തി നാടെങ്ങും പരത്തി. ഈ അപവാദ ആരോപണം രാജാവിൻ്റെ കർണപുടങ്ങളിലും ചെന്നെത്തി. നിഷ്കളങ്കനായ മന്ത്രി സത്തമനെ ഈ സംഭവം എത്രമാത്രം വ്യാകുലപ്പെടുത്തിയിരിക്കണമെന്ന് ഊഹിക്കാമല്ലോ. ഇനിയും അവിടെ താമസിക്കുന്നത് ഭംഗിയല്ലെന്ന് നിശ്ചയിച്ച് അദ്ദേഹം രഹസ്യമായി നാടുവിട്ടു. അദ്ദേഹം അപ്രത്യക്ഷനായ വാർത്ത രാജാവിനെ സംഭ്രാന്തചിത്തനാക്കി തീർത്തു. നാനാദിക്കുകളിലും ചാരന്മാരെ അയച്ച് അന്വേഷിച്ചിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഗുണനായകൻ നാടുവിട്ടിറങ്ങി പല ദിക്കുകളിലും ചുറ്റി സഞ്ചരിച്ച ശേഷം ഒരു വ്യാപാരിയുടെ ഭവനത്തിൽ ചെന്നു ചേർന്നു. അദ്ദേഹത്തിൻ്റെ വിനയാന്വിതമായ പെരുമാറ്റത്തിലും കാര്യക്ഷമതയിലും അതീവ സന്തുഷ്ടനായി തീർന്ന വ്യാപാരി എത്ര കാലം വേണമെങ്കിലും അവിടെ താമസിച്ചു കൊള്ളാൻ അനുമതി നൽകി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് വ്യാപാരി കച്ചവട സംബന്ധമായ കാര്യങ്ങൾ പ്രമാണിച്ച് ഗുണനായകനെയും കൂട്ടിക്കൊണ്ട് വിദേശത്തേക്ക് കപ്പൽ കയറി. പുറം കടലിൽ വെച്ച് ഒരു ഭയങ്കരമായ കാറ്റും പിശറും ഇളകി കപ്പൽ ഛിന്ന ഭിന്നമായി യാത്രക്കാരിൽ ഏറിയ കൂറും ആ അത്യാഹിതത്തിൽപ്പെട്ട് മരിച്ചു. കച്ചവട ചരക്കുകൾ നിശേഷം മുങ്ങി നഷ്ടപ്പെട്ടു. ദൈവാനുഗ്രഹത്താൽ വ്യാപാരിയും ഗുണനായകനും ഒരു പലകമേൽ കയറി കൈകൾ കൊണ്ട് തുഴഞ്ഞ് ഒരു ദ്വീപിലെത്തിച്ചേർന്നു. അവർ കരക്കിറങ്ങി 4 ദിക്കിലും സമുദ്രതീരം മുഴുവൻ അലഞ്ഞു നടന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒരു യുവതീരത്നം ഏകയായി ശയിക്കുന്ന കാഴ്ച അവരുടെ ദൃഷ്ടിക്ക് വിഷയീഭവിച്ചു. തികച്ചും വിജനമായ ആ ദ്വീപിൽ ഒരു സ്ത്രീ നിർഭയം കഴിച്ചുകൂട്ടുന്നതിൽ എന്തോ കൊടിയ രഹസ്യവും വിപത്തും അന്തർഭവിച്ചിട്ടുണ്ടെന്ന് ബുദ്ധിമാനായ ഗുണനായകൻ തീർച്ചപ്പെടുത്തി. എത്രയും വേഗം അവിടെ നിന്ന് അകലണമെന്ന് അദ്ദേഹം വ്യാപാരിയെ ഉപദേശിച്ചു. തത്സമയം അവിടെ വന്നെത്തിയ വേറൊരു കപ്പലിൽ കയറി അവർ സ്വദേശത്തേക്ക് പുറപ്പെട്ട് അനവധി ക്ലേശങ്ങൾ സഹിച്ച് ഒരു വിധത്തിൽ സിംഹളദേശത്ത് എത്തിച്ചേരുകയും ചെയ്തു. നാടുവിട്ടുപോയ മന്ത്രി ഗുണനായകൻ മടങ്ങിയെത്തിയെന്ന വാർത്ത സിംഹളദേശത്തെങ്ങും പരന്നു. ഈ വാർത്താശ്രവണത്തിൽ രാജാവായ പ്രതാപസിംഹൻ അതിയായി ആശ്വസിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. തന്നെ കാണാനെത്തിയ മന്ത്രിയെ അദ്ദേഹം ഗാഠാശ്ലേഷം ചെയ്തു. അനന്തരം മന്ത്രി തൻ്റെ പര്യടന വൃത്താന്തങ്ങളും ഏകാന്ത ദ്വീപിൽ വെച്ച് കണ്ടെത്തിയ യുവസുന്ദരിയുടെ വിവരങ്ങളും താൻ രക്ഷപ്പെട്ട വിധവും എല്ലാം സവിസ്തരം അറിയിച്ചു. പക്ഷേ മറ്റു കാര്യങ്ങളെക്കാളെല്ലാം സ്ത്രീലമ്പടനായ രാജാവിൻ്റെ ശ്രദ്ധ പതിഞ്ഞത് ദ്വീപിൽ വെച്ച് തൻ്റെ മന്ത്രി കണ്ടെത്തിയ സുന്ദരിയുടെ കാര്യത്തിലാണ്. അവളെ കാണാതെ ഒരു നിമിഷം കഴിക്കാൻ തനിക്ക് ശക്തിയില്ലെന്ന് നിർലജ്ജനായ രാജാവ് മന്ത്രിയെ അറിയിച്ചു. അതനുസരിച്ച് അടുത്ത മുഹൂർത്തത്തിൽ അവരിരുവരും കൂടി ഒരു കപ്പൽ ഏർപ്പാട് ചെയ്ത് ദ്വീപിലേക്ക് പുറപ്പെട്ടു. അപ്പോഴും ആ സുന്ദരി പൂർവ്വസ്ഥിതിയിൽ തന്നെ കടലോരത്ത് വൃക്ഷച്ചുവട്ടിൽ ശയിക്കുന്നതാണ് അവർ കണ്ടത്. നാരീതരംഗനും നിർലജ്ജനുമായ രാജാവ് തൻ്റെ പദവിയും സ്ഥാനമാനങ്ങളും പ്രതാപവും എല്ലാം വിസ്തരിച്ച് പറഞ്ഞ ശേഷം തൻ്റെ അഭിനിവേശം അവളെ അറിയിച്ചു. അവൾ പറഞ്ഞു, മഹാനുഭാവനും മഹാപ്രതാപശാലിയുമായ അങ്ങയുടെ അഭിനിവേശ വാർത്ത എന്നെ പുളകം കൊള്ളിക്കുന്നു. അത് സാധിച്ചു തരേണ്ടത് ഒരു കർത്തവ്യവും ബഹുമതിയുമായി ഞാൻ കരുതുകയും ചെയ്യുന്നു. പക്ഷേ ഒരു തടസ്സമുണ്ട്. ഞാനൊരു വ്രതത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവൾ പറഞ്ഞു, മഹാനുഭാവനും മഹാപ്രതാപശാലിയുമായ അങ്ങയുടെ അഭിനിവേശ വാർത്ത എന്നെ പുളകം കൊള്ളിക്കുന്നു. അത് സാധിച്ചു തരേണ്ടത് ഒരു കർത്തവ്യവും ബഹുമതിയുമായി ഞാൻ കരുതുകയും ചെയ്യുന്നു. പക്ഷേ ഒരു തടസ്സമുണ്ട്. ഞാനൊരു വ്രതത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അടുത്ത അമാവാസി ദിവസം അത് സമാപിക്കും.
അതിനുശേഷം എപ്പോൾ വേണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ഞാൻ അങ്ങേക്ക് വിധേയായിക്കൊള്ളാം. നിർദ്ദിഷ്ട ദിവസം പൊൻചിറകുകൾ വെച്ച് പറക്കുന്ന കാമാവേശത്തോടുകൂടി രാജാവ് ഏകനായി അവളെ സമീപിച്ചു. അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തിയ ശേഷം അവൾ പറഞ്ഞു, അങ്ങ് ദയവായി ആ മഞ്ചത്തിലിരിക്കുക. ഞാൻ പെട്ടെന്ന് കുളി കഴിഞ്ഞ് അങ്ങയുടെ സവിധത്തിലെത്തുന്നുണ്ട്. ഇപ്രകാരം പറഞ്ഞ് ഒരു മദനശാരികയെപ്പോലെ അവൾ പൊയ്കയിലേക്ക് പോയി. അവൾ ഉടുവസ്ത്രങ്ങൾ അഴിച്ച് കരയ്ക്ക് വെച്ച ശേഷം സ്നാനവേഷം ധരിച്ച് കയത്തിലേക്ക് എടുത്തു ചാടി. പെട്ടെന്ന് ഒരു കൂറ്റൻ മത്സ്യം അവളെ വിഴുങ്ങിക്കളഞ്ഞു. വാർത്തയറിഞ്ഞ് രാജാവും മന്ത്രിയും തൽക്ഷണം അവിടെ എത്തി. വാൾ കൊണ്ട് മത്സ്യത്തിൻ്റെ ഉടൽ രണ്ടായി മുറിച്ച് യുവതിയെ രക്ഷപ്പെടുത്തി. യുവതിക്ക് യാതൊരു അപായവും പറ്റിയില്ല. എന്തെന്നാൽ അവൾ യഥാർത്ഥത്തിൽ ഒരു അപ്സര കന്യകയായിരുന്നു. അവളുടെ അനിയന്ത്രിതമായ ഭോഗാസക്തിയിൽ വെറുപ്പ് തോന്നിയ പിതാവ് അവളെ ശപിച്ച് ഈ നിലയിലാക്കിയതായിരുന്നു. അന്നത്തെ രാത്രി രാജാവ് ആ ദേവസുന്ദരിയോടൊന്നിച്ച് വിഹരിച്ചു. അടുത്ത പ്രഭാതത്തിൽ അദ്ദേഹം പ്രസ്തുത അപ്സര കന്യകയോടും മന്ത്രിയായ ഗുണനായകനോടും ഒന്നിച്ച് സ്വന്തം നാട്ടിലേക്ക് പുറപ്പെട്ടു. ഏതാനും ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ നിരപായം നാട്ടിലെത്തി. രാജാവ് വീണ്ടും അസന്മാർഗിക ജീവിതത്തിൽ മുഴുകി. അദ്ദേഹത്തെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള മന്ത്രിയുടെ ശ്രമങ്ങളെല്ലാം നിഷ്ഫലമായി തീർന്നതേയുള്ളൂ. മാത്രമല്ല, അദ്ദേഹം രാജാവിൻ്റെ കഠിനമായ വിദ്വേഷത്തിന് പാത്രമായി തീരുകയും ചെയ്തു. ഇനിയും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് നിശ്ചയിച്ച് അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. രാജാവ് അതിൽ അല്പവും കുണ്ഠിതപ്പെട്ടില്ല. പ്രത്യുത തൻ്റെ അസന്മാർഗിക ജീവിതത്തിന് വിലങ്ങുതടിയായിരുന്ന മന്ത്രി ഒഴിഞ്ഞു കിട്ടിയതിൽ ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം വിടവൃത്തിയിൽ തന്നെക്കാൾ മികച്ചു നിന്നിരുന്ന വേറൊരുവനെ മന്ത്രിസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ശല്യമൊതുക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞിട്ട് വേതാളം ചോദിച്ചു, അല്ലയോ പ്രഭു, മന്ത്രി വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ ഹേതുവായതെന്ത്? രാജാവ് അപ്സര കന്യകയെ കൂട്ടിക്കൊണ്ടുവന്ന് വാഴിച്ചതാണ് ഹേതുവെന്ന് വിക്രമാദിത്യൻ പറഞ്ഞു. ഉടൻ തന്നെ വേതാളം സ്വയം ബന്ധനവിമുക്തനായി അവിടെ നിന്നും പലായനം ചെയ്യുകയും ചെയ്തു. നന്ദി.